യേശുവേ സ്തോത്രം 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 ദൈവത്തിന് മഹത്വം നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 ഹല്ലേലൂയ. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തുന്നു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിൽ നിൽപ്പ സർവശക്തനായ ദൈവം അടിയന്റെ ജീവിതത്തിലും ഒരുക്കി തന്ന മകൾ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. നാം ജീവന്റെ മധ്യത്തിലായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമായിരിക്കുക. സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, കാലിനെ വീഴ്ചയിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച സർവശക്തനായ ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. ആരിലും ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്ന കർത്താവ്, സ്തുതികൾക്കും സ്തോത്രങ്ങൾക്കും യോഗ്യനായിരിക്കുന്ന കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ പകൽക്കാലം സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയത്തരും കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവിക വിടുതലുകൾ പ്രാപിച്ച് മുന്നേറുക സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. പ്രിയ ദൈവമക്കളെ, ദൈവത്തോട് പറ്റി നിൽക്കുന്നതിനോടുമേ ദൈവിക അനുഗ്രഹങ്ങൾ വെളിപ്പെടും. അവർ ചിലത് കൈവശമാക്കും. ഹല്ലേലൂയ. ഈ പകൽക്കാലം സ്തോത്രം, നാം ദൈവത്തോട് പറ്റിയിരിക്കുന്ന വ്രതമായി തീരാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. അതേ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ച നിമിഷം മുതൽ പല പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വന്ന് കാണും. ഒറ്റപ്പെടേണ്ട അനുഭവങ്ങൾ, വെല്ലുവിളിയുടെ അനുഭവങ്ങളൊക്കെ ഈ ജീവിതത്തിൽ കടന്നു വന്ന് കാണും. പക്ഷേ അതൊന്നും മുന്നിൽ നോക്കാതെ വേണം കർത്താവിനോട് പറ്റി നിൽക്കുന്ന ദൈവ പൈതലെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ കർത്താവിനോട് പറ്റിയിരിക്കുന്നത് മുഖാന്തരമായിട്ട് നിങ്ങളെ ദൈവം എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. നിങ്ങളുടെ തലമുറകൾ ചിലത് കൈവശമാക്കി എടുക്കുവാനായിട്ട് ഇടയായിത്തീരാം. നിങ്ങൾ ദൈവത്തോട് പറ്റിയിരുന്നത് ഒരിക്കലും ഹല്ലേലൂയ വ്യർത്ഥമായി തീർന്നു എന്ന് പറയാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളുടെ തല താഴ്ത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതേ, പലരും കണ്ടിട്ട് കടന്നുപോയ നന്മകൾ നിങ്ങളുടെ തലമുറകളും കൈവശമാക്കി എടുക്കുവാനായിട്ട് ഇടയത്തീരും. എനിക്ക് തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 36-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: യെഫുന്നയുടെ മകനായ കാലേബ് മാത്രം അത് കാണുകയും അവൻ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നത് കൊണ്ട് അവനും അവന്റെ പുത്രന്മാർക്കും അവൻ ചവിട്ടിയ ദേശം ഞാൻ കൊടുക്കുകയും ചെയ്യുമെന്ന് സത്യം ചെയ്തു. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തോട് പറ്റിയിരിക്കുന്നവന്റെ മേൽ പകരപ്പെടുന്ന ചില ദൈവിക അനുഗ്രഹങ്ങളെ പറ്റി ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കാലേബിനെ പറ്റി ഇവിടെ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആദ്യമായി നമുക്ക് പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തോട് പറ്റിയിരിക്കുന്നത് മുഖാന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒന്ന്, നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, ദൈവം നിങ്ങൾക്ക് യുദ്ധം ചെയ്യും എന്ന് തിരുവചനത്തിൽ കാണുന്നു. 1-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ പറയുന്നു: നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നു. നിങ്ങൾക്കാണെങ്കിൽ അവൻ മിസ്രൈമിലും മരുഭൂമിയിലും ചെയ്തതുപോലെ ഒക്കെയും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അപ്പൊ ഒന്നാമതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു, ദൈവത്തോട് പറ്റി നിൽക്കുന്ന ദൈവ പൈതന്റെ ജീവിതത്തിനകത്ത് ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിയാത്ത മേഖലയിൽ കാണുമായിരിക്കാം, നമുക്ക് പോരാടാൻ പറ്റാത്ത മേഖലയിൽ കാണുമായിരിക്കാം. പക്ഷേ നാം ബലഹീനരായി തീരുമ്പോഴും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവം. അതുകൊണ്ട് വചനത്തിൽ പറയും, നിങ്ങൾ മിണ്ടാതിരിപ്പ്, യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിന്റെ. അതത്രേ. സ്തോത്രം. ഒരു ദൈവ പൈതന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ കഴിവോ നിന്റെ സാമർത്ഥ്യം കൊണ്ട് നിനക്ക് ചിലർക്ക് ജയിക്കാൻ കഴിയത്തില്ലായിരിക്കും. പക്ഷേ നിനക്ക് വേണ്ടി ഇറങ്ങുന്നത് സ്വർഗത്തിലെ ദൈവം ആയിരിക്കുക. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് സ്വർഗത്തിലെ ദൈവമായിരിക്കുക. നീ ഒരിക്കലും പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. അവിടെ കാണുവാൻ സാധിക്കുന്നു, നിങ്ങൾ കാണുക മിസ്രൈമിലും മരുഭൂമിയിലും ചെയ്തതുപോലെ ഒക്കെയാ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി യഹോവയായ ദൈവം യുദ്ധം ചെയ്ത മിസ്രൈമിന്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനതയെ ദൈവം വീണ്ടെടുക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ പ്രിയ ദൈവ പൈതലെ, ദൈവത്തോട് പറ്റി നിൽക്കുന്ന ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവന് വേണ്ടി ദൈവം യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ.
നീ തളർന്നിരിക്കുമ്പോ, നീ ക്ഷീണിച്ചിരിക്കുമ്പോ നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം ധൈര്യമായിട്ടിരിക്കാമോ? യുദ്ധത്തിന് വേണ്ടി ദൈവം തമ്പുരാനെ നിന്നോട് എതിർക്കുന്നവരോട് യുദ്ധം ചെയ്യേണ്ടതിനായിട്ട്, നിന്നെ തകർക്കാൻ നോക്കുന്നവരോട് യുദ്ധം ചെയ്യേണ്ടതിനായിട്ട് എന്റെ സ്വർഗത്തിലെ ദൈവം ഈ പകൽക്കാല നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. രണ്ടാമതായി പറ്റി നിൽക്കുന്നവന്റെ മേൽ വെളിപ്പെടുന്ന മറ്റൊരു കാര്യം കാണുവാൻ ശ്രദ്ധിക്കുന്നു. ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങളെ വഹിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നിന്നെ വഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതിന്റെ 31-ാം വാക്യത്തിൽ കാണുന്നു, ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുവോളം നടന്ന എല്ലാ വഴികളും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ. അപ്പോൾ നമുക്കിവിടെ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, നമ്മെ വഹിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ തന്റെ മകനെ എങ്ങനെയാണ് വഹിച്ചുകൊണ്ട് പോകുന്നത്, സ്തോത്രം, അതുപോലെ വഹിക്കുന്ന ഒരു സർവശക്തനായ ദൈവം ഉണ്ട്. ഹല്ലേലൂയ. പറ്റി നിൽക്കുന്ന ദൈവ പൈതന്നെ വിട്ടുകളയുന്ന ഒരു ദൈവമല്ല, അവനെ വഹിക്കുവാനായിട്ട് ഇടയത്തിൽ അവിടെ കാണുവാൻ സാധിക്കുന്നു. നിങ്ങൾ ഈ സ്ഥലത്തെത്തുവോളം ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക്, ദൈവിക വിടുതലുകളിലേക്ക് നിങ്ങൾ എത്തുന്നത് വരെയും, സ്തോത്രം, നിങ്ങളെ ദൈവം വഹിക്കുവാനായിട്ട് ഇടയായിത്തീരാ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നു, ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, നീ വിശ്വസിക്കുക, സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറിടത്തിൽ ചേർത്ത് വഹിക്കുന്ന ഒരു സർവശക്തനായ ദൈവം നിനക്കുണ്ട്. ഹല്ലേലൂയ. നീ പറയുന്നില്ലേ, എനിക്കാരുമില്ല, ഈ പാതയിൽ കൂടി എനിക്ക് എത്തേണ്ടടുത്ത് എത്തുവാൻ കഴിയത്തില്ല, ഒത്തിരി ദുർഘടങ്ങളുണ്ട്, ഈ പാതകളിൽ ഞാൻ എങ്ങനെ ചാടിക്കടക്കും എന്നൊക്കെ നീ ചിന്തിക്കുന്നില്ലേ? പക്ഷെ ഈ പകൽക്കാല പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, അതേ സ്തോത്രം, കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറിടത്തിൽ ചേർത്ത് വഹിക്കുന്നത് പോലെ ഈ പകൽക്കാലം ചില ഭയത്തോടെ ഇരിക്കുന്ന, ചില പ്രയാസത്തോടെ ഇരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ മാർവോട് ചേർത്ത് വയ്ക്കുന്ന ഒരു പകൽക്കാലം അത്രേ. ആ മാറിടത്തിന്റെ സ്തോത്ര ആ ചൂടൊന്ന് അനുഭവിക്കേണ്ടതിനായിട്ട്, ആ മറവിടത്തിൽ പതിഞ്ഞിരിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ആ ഇൻപമേറിയ ശബ്ദം കേൾക്കേണ്ടതിനായിട്ട് നിന്നെ മാറിടത്തിൽ ചേർത്ത് വഹിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ കര ഈ പകൽക്കാലം നിനക്ക് വേണ്ടി വെളിപ്പെടുകയാ. ഹല്ലേലൂയ. എങ്ങനെയും തള്ളിയിടയല്ല, തന്റെ മാറിടത്തിൽ എന്ത് ചെയ്യുന്നു? ചേർത്ത് വഹിക്കും. ഹല്ലേലൂയ. ചേർത്ത് പിടിക്കുക. ഈ പകൽക്കാല തള്ളിക്കളഞ്ഞ ചിലരെ, ഹല്ലേലൂയ, എനിക്ക് ആരുമില്ല എന്ന് തോന്നുന്ന ആരെയൊക്കെയോ എന്റെ സ്വർഗത്തിലെ ദൈവം ഇന്ന് ചേർത്ത് വയ്ക്കാൻ പോക്കിയ. ഹല്ലേലൂയ. തന്റെ മാറോടൊന്ന് ചേർത്ത് പിടിച്ച്, ഹല്ലേലൂയ, ആ ചൂടടയാളം നിന്റെ മേൽ പകർന്നു തന്നുകൊണ്ട് നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. നീ പറ്റി നിൽക്കുന്നത് ആരാണെന്ന്, ഈ പകൽ ആരോടാണ് നീ പറ്റി നിൽക്കുന്നതെന്ന് ഈ പകൽക്കാലം വ്യക്തമായി തിരിച്ചറിയുക. സ്തോത്ര. പ്രിയ ദൈവത്തിലെ, നിന്നെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല, നിന്നെ വഹിക്കുന്ന ഒരു ദൈവം, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവം. മൂന്നാം കാണുവാൻ സാധിക്കുന്നു, ആ ദൈവം നിനക്ക് മുമ്പായി, നീ പറ്റി നിൽക്കുന്ന ആ ദൈവം നിനക്ക് മുമ്പായിട്ട് നടക്കും. ഹല്ലേലൂയ. സ്തോത്രം. വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്ന. സ്തോത്രം. പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാല നിനക്ക് മുമ്പായിട്ട് സർവശക്തനായ ദൈവം നടക്കും. ഹല്ലേലൂയ. രാത്രി അഗ്നിയിലും പകൽ മേഘസ്തംഭത്തില് നിനക്ക് മുമ്പായി നടക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കുക, എന്നാൽ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിന്റെ മുമ്പിൽ കടന്നു പോകുന്നു എന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രതികൂലം വലുതായിരിക്കാം, പ്രതിസന്ധി വലുതായിരിക്കാം, പക്ഷേ നിന്റെ മുമ്പായി കടന്നു പോകുന്നത് നീ പറ്റി നിൽക്കുന്ന സർവശക്തനായ ദൈവമത്രേ. ദൈവത്തോട് പറ്റി നിൽക്കുന്ന, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലേ, നിന്നെ ഒറ്റയ്ക്ക് വിടുന്ന ഒരു ദൈവമല്ല, നിനക്ക് മുമ്പായി ദഹിപ്പിക്കുന്ന അഗ്നിയായി എന്റെ സർവശക്തനായ ദൈവം കടന്നു പോകുന്നു എന്ന് ഈ പകൽക്കാലം അറിഞ്ഞു
കൊള്ളുക. എന്റെ സർവശക്തനായ ദൈവം നിനക്ക് മുമ്പായി കടന്നുപോയ ദഹിപ്പിക്കുന്ന അഗ്നി ആയതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങൾ കത്തുവാനായിട്ട് ഇടയത്തിര. മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങൾ മാറുവാനായിട്ട് ഇടയത്തിര. എല്ലാ ദുർഘടങ്ങളും മാറും, താമ്രക്കഥകൾ തകരും. ഹല്ലേലൂയ. ഈ പകൽക്കാലം നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഭയാനകമായിരിക്കുന്ന വിഷയത്തോർത്ത്, നിന്നെ ഭയപ്പെടുത്തുന്ന വിഷയത്തോർത്ത് നീ എങ്ങനെ മുന്നോട്ട് പോകുമെന്നോർത്ത് ഭയപ്പെടണ്ട. ദഹിപ്പിക്കുന്ന അഗ്നിയായിട്ട് നിനക്ക് മുമ്പായി സർവശക്തനായിരിക്കുന്ന ദൈവം ഹല്ലേലൂയ നടക്കുന്നു എന്ന് ഈ പകൽക്കാലം വിശ്വസിക്കുക. ഹല്ലേലൂയ. ഒറ്റയ്ക്കല്ല സ്തോത്രം. നിന്നെ വഹിക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം നിനക്ക് മുമ്പായി നടക്കുന്നു. ഹല്ലേലൂയ. ഈ ഉറപ്പ് പകൽക്കാലം നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക. സ്തോത്രം. അടുത്ത് കാണുവാൻ സാധിക്കുന്നു. നിങ്ങൾ പോകേണ്ടത് വഴി കാണിച്ചു തരുന്ന ദൈവം. ഹല്ലേലൂയ. നാം ചിലപ്പോൾ പാതകൾ അറിയാതെ നാം ഇടറി നിൽക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഏത് തിരഞ്ഞെടുക്കണമെന്ന് അറിയാതെ നിൽക്കും. പക്ഷേ പറ്റിയിരിക്കുന്നവന് വേണ്ടി എന്ത് ചെയ്യുന്നു? പോകേണ്ടുന്ന വഴി കാണിച്ചു തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ പൽക്കാലം ഹല്ലേലൂയ അങ്ങനെ പ്രിയ ദൈവമക്കളെ വിശ്വസിക്കുക. സ്തോത്രം. ദൈവസ്വനി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തോട് പറ്റിയിരിക്കുന്ന, ദൈവത്തിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന 4 അനുഗ്രഹങ്ങൾ അത്രേ ഞാൻ ഇവിടെ പറഞ്ഞത്. അവിടെ കാണുന്ന ദൈവം നിങ്ങൾക്ക് ആ യുദ്ധം ചെയ്യാം. ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ ദൈവം നിങ്ങളെ വഹിക്കുവാനായിട്ട് ഇടയത്തിരും. ദൈവം നിനക്ക് മുമ്പായിട്ട് നടക്കുവാനായിട്ട് ഇടയത്തിരും. നിങ്ങളെ പോകേണ്ടുന്ന വഴി ദൈവം കാണിച്ചു തരുവാനായിട്ട് ഇടയത്തിരും. അപ്രകാരം വഴി നടത്തിയ ഒരു യഹോവയെ ദൈവം നമുക്കുണ്ട്. ആ ദൈവം ഹല്ലേലൂയ യെഫുന്നെയുടെ മകനായ കാലേബിനെ കുറിച്ച് പറയുന്നു. അവൻ എന്നോട് പറ്റിയിരുന്നവൻ അത്രേ. ഹല്ലേലൂയ. അതേ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും ദൈവത്തോട് ചിലതൊക്കെ വിട്ടിട്ട് ദൈവത്തോട് പറ്റിയിരിക്കുമ്പോ മറ്റു ചിലർ നിന്നെ പരിഹസിച്ച് നിരിക്കാം, നിനക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചിരിക്കാം. പക്ഷേ പറ്റിയിരിക്കുന്നവന്റെ മേൽ ഹല്ലേലൂയ ആർക്കും കൈമാറ്റം ചെയ്യപ്പെടാത്തത്, ആർക്കും പ്രാപിച്ചെടുക്കാൻ പറ്റാത്തത് സ്വർഗത്തിലെ ദൈവം അവന്റെ മേൽ പകരുവാനായിട്ട് ഇടയത്തിര. അതാ പറ്റിയിരിക്കുന്നവരെ ഞാൻ വിടുവിക്കാം. അവന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ. അതെന്നിന്റെ സകല കഷ്ടത്തിൽ നിന്ന്, സകല പ്രതികൂലത്തിൽ നിന്ന് നാം വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇവിടെ വായിച്ച ഭാഗത്ത് കാണുന്നു, യെഫുന്നെയുടെ മകനായ കാലേബ് മാത്രം അത് കാണും. പറ്റിയിരിക്കുന്നവൻ മാത്രം കാണുന്ന ചിലതുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, മറ്റുള്ളവരെ ഒത്തിരി ചോദ്യങ്ങൾ കടന്നു വന്നില്ലേ? നീ ദൈവത്തോട് പറ്റിയിരുന്നിട്ട് നിനക്ക് എന്ത് കിട്ടി? നിന്റെ കുടുംബം ദൈവത്തോട് പറ്റിയിരുന്നിട്ട് എന്ത് കിട്ടി എന്ന് ചോദിക്കില്ലേ? ഹല്ലേലൂയ. ഈ പകൽക്കാലം നീ നിരാശപ്പെടണ്ട. മാനുഷിക വാക്കുകൾ കേട്ടുകൊണ്ട് നിന്നെ നിരാശപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ആ അകത്തളങ്ങളിൽ കടന്നു വരുമ്പോ നീ അതോർത്ത് ഭാരപ്പെടണം. നീ ധൈര്യമായിരിക്കും. ഇവിടെ വചനത്തിൽ പറയുന്നു, യെഫുന്നെയുടെ മകനെ കാലേബ് മാത്രം അത് കാണും. എന്തുകൊണ്ട് കാണുമെന്ന് വചനത്തിൽ കാണുന്നു. അവൻ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നത് കൊണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നീ ദൈവത്തോട് പറ്റി നിൽക്കുന്നത് കൊണ്ട് നിനക്കൊന്നും നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ആർക്കും കൊടുക്കാത്ത, ആർക്കും കൈവശമാക്കാൻ പറ്റാത്ത ചിലത്, നീ ആർക്കും കാണാൻ പറ്റാത്ത ചില ദൈവിക വിടുതലുകൾ, ആർക്കും അനുഭവിക്കാൻ പറ്റാത്ത ചില ദൈവിക അത്ഭുതങ്ങൾ നിന്റെ കണ്ണുകൊണ്ട് കാണുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ഈ ഭാഗം നമുക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ സ്തോത്ര കനാദേശം പിടിച്ചെടുക്കേണ്ടതിനായിട്ട് 12 പേരെ അയക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിലോ 10 പേർ ഭയപ്പെട്ടു മാറി നിന്നപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, കാലേബും യോശുവയും മാത്രം പറഞ്ഞു, അതേ ദൈവം നമ്മോട് കൂടെ ഇരിക്കുക, നമുക്ക് അവിടെ ചെന്ന് അവരോട് യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കാമെന്ന് പറയുവാനായിട്ട് ഇടയത്തുന്നു. തങ്ങളുടെ ദൈവത്തിൽ കാലേബ് പൂർണ്ണമായി ആശ്രയിക്കുവാനായിട്ട് ഇടയത്തുന്നു. അതുകൊണ്ട് ആ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്, അവൻ എന്നോട് പറ്റിയിരുന്നത് കൊണ്ട്. ഹല്ലേലൂയ. കാലേബ് മാത്രം കാണാം. പറ്റിയിരിക്കുന്നവൻ കാണുന്ന ചിലതുണ്ട്. സ്തോത്ര. മറ്റാർക്കും കാണാൻ കഴിയാത്ത ചില ദൈവിക വിടുതലുകൾ. ഹല്ലേലൂയ. ദൈവവേല പറ്റിയിരിക്കുന്ന ദൈവവേ പൈതന്റെ മേൽ കാണിക്കുവാനായിട്ട് ഇടയത്തീരും. ഹല്ലേലൂയ. ഇപ്പോൾ കേൾക്കാൻ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ സ്തോത്രം. ഹല്ലേലൂയ. അതെ, ഇവിടെ വചനത്തിൽ കാണുന്നു, യെഫുന്നെയുടെ മകനായ കാലേബ് മാത്രം അത് കാണും. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കുക. നീ മാത്രം ദൈവത്തോട് പറ്റിയിരിക്കുന്ന, നീ മാത്രം ചിലത് കാണാൻ പോകിയ. ഹല്ലേലൂയ. ചില ദൈവിക വിടുതലുകൾ നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുന്നത് കാണാൻ പോകിയ. ചില ദൈവിക കരുതലുകൾ നീ കാണാൻ പോകിയ. ഹല്ലേലൂയ. അത് കാണുമ്പോൾ ചിലർ ചോദിക്കും, എങ്ങനെ നിനക്കിത് കാണാൻ
പറ്റി, ഇതെങ്ങനെ പ്രാപിക്കാൻ പറ്റി എന്ന് പറയുമ്പോൾ പറയാൻ കഴിയും, ഞാൻ എൻ്റെ ദൈവത്തോടാ പറ്റിയിരുന്നത്, ഈ മനുഷ്യരോടല്ല പറ്റിയിരുന്നത്. അതേ പ്രിയ ദൈവമക്കൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, അവൻ യഹോവയെ പൂർണ്ണമായി പറ്റിയിരുന്നത് കൊണ്ട് അവനും അവന്റെ പുത്രന്മാർക്കും അവൻ ചവിട്ടിയ ദേശം ഞാൻ കൊടുക്കുമെന്ന് യഹോവ സത്യം ചെയ്തു. നീ കാണുക മാത്രമല്ല, നീ എന്ത് ചെയ്യും? ഹല്ലേലൂയ. നീ ചവിട്ടിയ ദേശം ദൈവം നിന്റെ പക്കൽ, നിന്റെ തലമുറയുടെ മേലും ദൈവം കൈമാറ്റം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവത്തോട് പറ്റിയിരുന്നത് വ്രതമാക്കി കളയുന്നത് ദൈവമല്ല. പാഴായിപ്പോയ സമയമെന്ന് പറയുക ദൈവം അനുവദിക്കത്തില്ല. അതേ സ്തോത്രം, അവനും അവന്റെ പുത്രന്മാർക്കും അവൻ ചവിട്ടിയ ദേശം ഞാൻ കൊടുക്കും. ഹല്ലേലൂയ. നീ പറ്റി നിൽക്കുന്ന മുഖാന്തരമായിട്ട് നീ കണ്ടതിനെ, ഹല്ലേലൂയ, പറ്റി നിന്നപ്പോ കണ്ട ചിലതില്ലേ, അതിനെ ദൈവം നിനക്ക് തരുവാനായിട്ട് ഇടയത്തില്ല, നിന്റെ മേൽ പകരുവാനായിട്ട് ഇടയത്തില്ല. ഈ പകൽക്കാലം വിശ്വസിക്കുക, അങ്ങനെ തന്നെ ചില ദൈവപ്രവൃത്തികൾ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ 14 അധ്യായം അതിന്റെ 9 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, നീ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റിയിരുന്നത് കൊണ്ട് നീ കാൽ വച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കുമെന്ന് മോശ അന്നു സത്യം ചെയ്തു. പ്രിയതേ മക്കളെ, സ്തോത്രം. അല്പസമയത്തേക്ക് മാത്രമല്ല ഇവിടെ വചനത്തിൽ പറയുന്നു, പറ്റിയിരുന്നത് കൊണ്ട്. ഹല്ലേലൂയ. നീ കാൽ വച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായി തരും. ഹല്ലേലൂയ. നീ കാണുക മാത്രമല്ല, നിനക്ക് തരിക മാത്രമല്ല, നിനക്ക് അവകാശമായിട്ട് ദൈവം തരും. ഹല്ലേലൂയ. നിന്റെ അവകാശം എന്ന് പറയത്തക്ക രീതിയിൽ സ്വർഗത്തിലെ ദൈവം നിന്റെ മേൽ ചിലത് പകരും, നിന്റെ തലമുറയുടെ മേൽ ദൈവം പകരുവാനായിട്ടിടയായിത്തീരും. അതെ, നീ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റിയിരുന്നത് കൊണ്ട് നീ കാൽ വച്ച ദേശം, ഹല്ലേലൂയ, നീ കാൽ വച്ച ദേശം നിനക്കൊന്നും നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നീ കർത്താവിനോട് പറ്റിയിരുന്നത് മുഖാന്തരം, നീ കർത്താവിലേക്കൊന്ന് ഇറങ്ങിയത് മുഖാന്തരം ചിലത് നിനക്ക് നഷ്ടപ്പെട്ടു പോയിക്കാണുമായിരിക്കാം. നിന്റെ കുടുംബത്തിൽ നിന്ന് നിന്നെ അകറ്റി നിർത്തിക്കാണുമായിരിക്കാം. നിന്റെ കുടുംബത്തിൽ നിന്ന് നിനക്ക് ലഭിക്കേണ്ടത് ലഭിച്ചു കാണത്തില്ലായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ കാൽ വച്ച ദേശം നിനക്കും നിന്റെ തലമുറയ്ക്കും അവകാശപ്പെട്ടതിനെ എന്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് അവകാശമായി തരുവാനായിട്ടിടയത്തിനോ ഒന്നും കൈവിട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അതെ, ആരുടെ കേമ്പേൽ ഈ പകൽക്കാലം സ്തോത്ര, അതെ, കൈവിട്ടു പോയി, കൈമോശം വന്നുപോയി എന്ന് പറഞ്ഞ ചിലതിനെ അവകാശമാക്കി ദൈവം തമ്മിൽ തരാൻ പോകിയ നീ എന്തിന്റെ തലമുറകൾ ചിലത് അവകാശമാക്കി എടുക്കും. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ഈ പകൽക്കാലം വിശ്വസിക്കുക, നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമാക്കി. അതിന് ആരും അവകാശം പറയാൻ മറ്റൊരിടത്തുനിന്ന് വരാത്ത പണ നിനക്കും മാത്രം, നിന്റെ തലമുറയ്ക്ക് മാത്രമായിട്ട് ചിലതിനെ ദൈവം തമ്മിൽ അവകാശമാക്കി തരുവാനായിട്ട് ഇടയായി തീരും. ദൈവത്തോട് പറ്റിയിരുന്ന നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തോട് പറ്റിയിരുന്ന നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അല്പസമയം നീ കരയേണ്ടി വന്നു കാണുമായിരിക്കാം, മാറി നിൽക്കേണ്ടി വന്നു കാണുമായിരിക്കാം. പക്ഷെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, ആർക്കും കൈവശമാക്കാൻ പറ്റാത്തത്, ആർക്കും അവകാശമാക്കി കൊടുക്കാത്തതിനെ പറ്റിയിരുന്നവന്റെ മേൽ ദൈവം അവകാശമാക്കി കൊടുക്കും. പറ്റിയിരുന്നവന്റെ തലമുറയുടെ മേൽ ചിലതിനെ അവകാശമാക്കി കൊടുക്കും. ഹല്ലേലൂയ. ചിലതൊക്കെ വിട്ടുകളഞ്ഞില്ലേ? കർത്താവിനെ അറിഞ്ഞത് മുഖാന്തരമായിട്ട് ചില കോംപ്രമൈസിന് നിൽക്കാതെ നീ ചിലതൊക്കെ വിട്ട് ദൈവത്തോടങ്ങ് പറ്റിയിരിക്കില്ലേ? സ്തോത്രം. പറ്റിയിരിക്കുക എന്ന് പറയുമ്പോൾ വചനത്തിൽ കാണുന്നു, ഒരു അരക്കച്ചയോട് പറ്റിയിരിക്കുന്നത് പോലെ പിരിയാനാവാത്ത. ഹല്ലേലൂയ. ഈ പൽക്കാലം ഒന്നുകൂടി ഹല്ലേലൂയ ആ കർത്താവിനോട് പറ്റിയിരിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് കയറിക്കോ പ്രിയ ദൈവമക്കളെ. അത് നിന്നെ അകറ്റിക്കളയുവാൻ പലതും, നീ പറ്റിയിരുന്ന നിന്റെ മേൽ ചില വിടുതൽ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, നീ പറ്റിയിരുന്ന ആർക്കും കാണാൻ പറ്റുന്നത് നിന്നെ കൊണ്ട് കാണാൻ കഴിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പറ്റിയിരിക്കുന്നതിൽ നിന്ന് തന്നെ അകറ്റിക്കളയുക. ശത്രുമണ്ഡലം ബാധിക്കുമ്പോ, ചില വെല്ലുവിളികൾ കടന്നു വരുമ്പോ, അല്ല, നീ പറയണം, എന്റെ കർത്താവിനോട് പറ്റിയിരിക്കുന്നത് എനിക്ക് നല്ലത്, എനിക്ക് ഒന്നുകൂടി കർത്താവിനോട് പറ്റിയിരിക്കുവാൻ, എന്റെ മാർവോട് ചേർത്തണയ്ക്കുന്ന ആ മാർവി ചേർത്ത്
ഓർത്ത് വഹിക്കുന്ന ഒരു കർത്താവിനോട് ഒന്നുകൂടി പറ്റിയിരിക്കുവാനായിട്ടുള്ള ഒരു ദൈവത്തിന്റെ കൃപയെ എന്റെ മേൽ കൈമാറ്റം ചെയ്യണമേ എന്ന് പറഞ്ഞ് ഈ പൽക്കൽ നീ പ്രാർത്ഥിച്ചു തുടങ്ങ്. ആർക്കും പറ്റിയിരിക്കാൻ പറ്റാത്തതുപോലെ സ്വർഗത്തിലെ ദൈവത്തിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് ദൈവം തമ്മിൽ നിന്നെ ഇന്ന് ഈ പകൽക്കാലം കൈപിടിച്ചു കയറ്റും. ഹല്ലേലൂയ. എവിടേക്ക് പറ്റിയിരുന്നിടത്തു നിന്ന് അകന്നു പോയിക്കാണ് മരിക്കാം. പക്ഷേ 8-ാം മാസത്തെ പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, നീ വീണ്ടും കർത്താവിനോടൊന്ന് പറ്റിയിരിക്കേ. നിന്റെ വാഗ്ദത്തത്തിന്റെ സമയമത്രേ, നീ ചിലത് കൈവശമാക്കാൻ പോകുന്ന സമയമത്രേ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ അകറ്റിക്കളയുവാൻ നോക്കുമ്പോ ഈ പകൽക്കാലം അതിനോട് എതിർത്ത് നിന്നുകൊണ്ട് നീ കർത്താവിനോടൊന്ന് പറ്റിയിരിക്കേ. ഹല്ലേലൂയ. നിന്റെ കുടുംബം ഒന്ന് കർത്താവിനോട് പറ്റി കടന്നു വാ. ഹല്ലേലൂയ. പറ്റിയിരിക്കുന്നവരെ കൈവിട്ട് കളയാത്തൊരു ദൈവം, പറ്റിയിരിക്കുന്നവരുടെ മേൽ കൈമാറ്റപ്പെട ചെയ്യുന്ന ദൈവിക വിടുതലുകളുണ്ട്. ഹല്ലേലൂയ. സംഖ്യാപുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതിന്റെ 14-ാം അധ്യായം 24-ാം വാക്യത്തിൽ കാണുന്നു, എന്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവം ഉള്ളത് കൊണ്ട്, ഹല്ലേലൂയ, എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും അവൻ പോയി ആ ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും, അവന്റെ സന്തതി അത് കൈവശമാക്കും. പ്രിയതേ മക്കളെ, സ്തോത്രം. ഹല്ലേലൂയ. കൂടെ ഉണ്ടായിരുന്ന ആർക്കും തന്നെ അതിനെ കൈവശമാക്കാൻ കഴിയാതെ ഇരുന്നപ്പോ ഇവിടെ കാലേബിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ദാസനായ കാലേബോ, അവൻ വേറൊരു സ്വഭാവം ഉള്ളത് കൊണ്ട്, ഹല്ലേലൂയ, പറ്റിയിരിക്കുന്ന ദൈവ പൈതനെ കുറിച്ച് യഹോവയെ ദൈവം പറയുന്ന ഒരു കാര്യമത്രേ, അവൻ വേറൊരു സ്വഭാവത്തിന്റെ ഉടമയത്രേ. ഹല്ലേലൂയ. കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു സ്വഭാവത്തിന്റെ ഉടമയത്രേ. ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോ എത്ര പേർക്ക് പറയാൻ കഴിയാം, ഞാൻ മറ്റുള്ളവരുടെ സ്വഭാവത്തിന് ഒത്തവണ്ണമുള്ളവനല്ല, ഞാൻ വേറൊരു സ്വഭാവത്തിന് അടിമയുള്ളവനത്രേ. കർത്താവുമായിട്ട് പറ്റിയിരിക്കുന്ന ഒരു ബന്ധം, കർത്താവ് പറയുന്നത് അനുസരിക്കുന്ന ഒരു സ്വഭാവം, കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു സ്വഭാവം നിന്റെ ജീവിതത്തിനകത്ത് ഈ പകൽക്കാലമുണ്ടോ? എന്റെ കർത്താവ് നിന്നോട് പറയും, അവൻ വേറൊരു സ്വഭാവമുള്ളവൻ. ഹല്ലേലൂയ. നിന്നെ മറ്റൊന്നിനോട് കൂടെ ഒട്ടിച്ചു വയ്ക്കാതെ എന്റെ കർത്താവ് സർട്ടിഫിക്കറ്റ് ചെയ്യും, അവൻ എന്റെ മകൻ, അവൻ വേറൊരു സ്വഭാവമുള്ളവൻ, അവൻ എന്റെ മകൾ, അവൾ വേറൊരു സ്വഭാവമുള്ളവനാ, അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാതിരിക്കത്തില്ല. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നു, എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ട്. ഹല്ലേലൂയ. വേറൊരു സ്വഭാവമുള്ളവൻ, എനിക്ക് പറ്റിയിരിക്കുന്നതിന്റെ മേലുള്ള ഒരു പ്രത്യേകത, അവൻ ദൈവം പറയുന്നത് അതേ പൂർണ്ണമായിട്ട് അനുസരിക്കുവാനായിട്ട് ഇടയെത്തിരും. അനുസരിക്കുന്നതിന്റെ മേല ദൈവം വാഗ്ദത്തങ്ങൾ കൈമാറുന്നത്, അനുസരിക്കുന്നതിന് മേല ദൈവം ചിലത് കൈവശമാക്കുവാനായിട്ട് കൃപ പകരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. സ്തോത്രം. ഈ പൽക്കാലം അവിടെ കാണുവാൻ സാധിക്കുന്നു, അനുസരിച്ചത് കൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. ഹല്ലേലൂയ. അതെ, നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. എത്ര ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് നിന്റെ ജീവിതത്തിനകത്ത് ആഞ്ഞടിച്ചാലും പ്രിയതേ മക്കളെ, ശാന്തമാക്കേണ്ടതിനെ ശാന്തമാക്കിയിട്ട് നീ ദൈവത്തോട് പറ്റിയിരുന്ന, നിന്റെ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടായിരുന്ന, നീ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച് ദൈവത്തിന്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് നീ കർത്താവിനോട് പറ്റിയിരിക്കുവാൻ തയ്യാറായ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നീ വഴി തകർന്നു പോകാൻ ദൈവം ഇടയാക്കത്തില്ല. നിന്നെ കാണിച്ചതായ അനുഭവങ്ങളെ, നീ കാലെടുത്ത് വെച്ച ദേശങ്ങളെ, പട്ടണങ്ങളെ, ഹല്ലേലൂയ, നിനക്ക് അവകാശമായിട്ടുള്ളതിനെ ദൈവം നിന്റെ കരത്തിൽ ഏൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, അവന്റെ സന്തതി അതിനെ കൈവശമാക്കും. പറ്റിയിരിക്കുന്നവന്റെ തലമുറ ചിലത് കൈവശമാക്കാൻ പോകിയ. നീ അപ്പൻ വില കൊടുത്തുവെങ്കിൽ, അമ്മ വില കൊടുത്തുവെങ്കിൽ നിന്റെ തലമുറകൾ പട്ടുപോകുമെന്ന് നിന്നെ നോക്കി കൂടെയുള്ളവർ പറഞ്ഞു കാണുമായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയട്ടെ, ആരും കൈവശമാക്കാത്ത ചിലത് നിന്റെ തലമുറകൾ കൈവശമാക്കി എടുത്തരും. നിന്റെ തലമുറകൾ ചില കൈവശമാക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇങ്ങനെ നീ കർത്താവിനോട് പറ്റി നിൽക്ക്, നിന്റെ തലമുറകൾ എവിടെ എത്തുന്നു എന്ന് കാണാം എന്ന് പറഞ്ഞ് നിന്നെ വെല്ലുവിളികൾ ഉയർത്തി നിന്നെ പ്രകോപിപ്പിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, നീ കർത്താവിനോട് പറ്റി നിൽക്കുന്നത് മുഖാന്തര ഒരു തലമുറയ്ക്കും പകരപ്പെടാത്ത ചിലത്, ഒരു തലമുറയുടെ മേലും ഹല്ലേലൂയ കൈവശമാക്കി എടുക്കാൻ പറ്റാത്ത ചിലതിനെ ദൈവം നിന്റെ തലമുറകളിൽ കൂടെ കൈവശമാക്കി എടുക്കും. ഇവിടെ വചനത്തിൽ പറയുന്നു, അവന്റെ സന്തതി അത്
കൈവശമാക്കാം. ആരുടെ സന്തതി? ദൈവത്തോട് പറ്റിയിരുന്നവന്റെ സന്തതി, ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചവന്റെ സന്തതി, ദൈവത്തോട് ചേർന്ന് നടന്നവന്റെ സന്തതി, മറ്റൊരു സ്വഭാവത്തിന് ഉടമയായിരുന്നവന്റെ സന്തതി, അത് കൈവശമാക്കും. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നീ ദൈവത്തോട് പറ്റിയിരുന്നത് മുഖാന്തര നിന്റെ സന്തതി ചിലത് കൈവശമാക്കാൻ പോകുക. ഹല്ലേലൂയ. വിശ്വസിക്ക. ഈ പൽക്കാലം ചില ദൈവിക പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. വില കൊടുക്കുവാൻ തയ്യാറായ, ചിലതൊക്കെ വിട്ടുകളഞ്ഞ് കർത്താവിനോട് പറ്റി നിൽക്കാൻ തയ്യാറായ പ്രിയ ദൈവവൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ദൈവിക അനുഗ്രഹത്തിന്റെ കലവറകൾ എന്റെ സ്വർഗത്തിലെ ദൈവം നിനക്കായി തുറക്കുവാനായിട്ടിടയായി തീരും. സ്തോത്രം. കാണുന്നവർക്ക് തോന്നിയിരിക്കാം, ഇവരെത്ര പോഷത്വമാ കാണിക്കുന്നത്, ഇതൊക്കെ എന്തിനാ വിട്ടുകളഞ്ഞ് കർത്താവിലേക്ക് പറ്റിയിരിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ ഹൃദയം കർത്താവിനോട് ഒന്ന് പറ്റിയിരിക്കട്ടെ. പ്രിയതേ മക്കളെ, സ്തോത്രം. പലരും കണ്ടിട്ട് ദൂരവെ നിന്ന് കാണാനേ കഴിഞ്ഞോളൂ. ഹല്ലേലൂയ. ദേശം ചവിട്ടിയ ഉറ്റുകാരുണ്ട്. സ്തോത്രം. വേറെ 10 പേർ, പക്ഷെ അവർക്കും ആ ദേശം കാണാനേ കഴിഞ്ഞോളൂ. പക്ഷേ അതേ സ്തോത്രം, നാം ദൈവത്താൽ കടന്നു ചെന്ന് അവരോട് യുദ്ധം ചെയ്ത് ആ ദേശത്തെ അവകാശമാക്കി എടുക്കുമെന്ന് കാലേബും ഉറച്ചു പറയുവാനായിട്ടിടയായി തീർന്നപ്പോ, ദൈവത്തോട് പറ്റി നിൽക്കുവാനായിട്ടിടയായി തീർന്നപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യഹോവയെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. അവനും അവന്റെ സന്തതികളും സ്തോത്രം ചിലത് കൈവശമാക്കും. ഹല്ലേലൂയ. ഞാൻ അവർക്ക് കാൽ ചവിട്ടിയ ആ ദേശം കൈവശമാക്കി കൊടുക്കും. ഹല്ലേലൂയ. അങ്ങനെ പ്രിയ ദൈവ പൈതലേ, ഈ പൽക്കാലം വിശ്വസിക്ക, ദൈവത്തോട് പറ്റി നിൽക്കുന്നവരുടെ മേൽ ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക വിടുതലുകളും വെളിപ്പെടും. നിങ്ങളും നിങ്ങളുടെ തലമുറകളും സ്തോത്ര ദൈവത്തിന്റെ വിടുതലുകൾ കൈവശമാക്കുന്ന പകൽക്കാലം അത്രേ ഈ 8ാം മാസം. വിശ്വസിക്ക, നീ ദൈവത്തോട് പറ്റിയിരുന്നത് മുഖാന്തരമായിട്ട് ആർക്കും കൈമാറ്റപ്പെടാത്ത ചിലത്, ആർക്കും കൈവശപ്പെടുത്തി എടുക്കാൻ പറ്റാത്ത ചിലതിനെ നിന്റെ തലമുറകൾ കൈവശമാക്കി എടുക്കും. ഈ വാഗ്ദത്തത്തെ ഉറപ്പിച്ചുകൊണ്ട് പറയട്ടെ, അങ്ങനെ തന്നെ സംഭവിക്കുവാനായിട്ടിടയത്തില്ല. പലരും കൈവശമാക്കാൻ നോക്കിയതിനെ, പലരും കൈവശത്തോടെ എടുക്കുവാൻ നോക്കിയതിനെ, ഹല്ലേലൂയ സ്തോത്ര, അവർക്ക് എടുക്കാൻ പറ്റാതിരിക്കുമ്പോ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, പറ്റിയിരിക്കുന്നവന്റെ തലമുറ ചിലത് കൈവശമാക്കും. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്നെ എത്തിക്കേണ്ട ഇടത്ത് എന്റെ സ്വർഗത്തിലെ ദൈവം നിന്നെ എത്തിക്കുവാനായിട്ടിടയത്തിനും. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവിനോട് പറ്റി നിന്ന് ദൈവത്തിന്റെ വിടുതലുകൾ പ്രാപിപ്പാം. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്ന അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പറ്റിയിരിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടുത്തുന്ന ദൈവിക അനുഗ്രഹങ്ങൾ അപ്പൊ അവരെ ദൈവം ചിലർത്ത് കൊണ്ട് എത്തിക്കുന്നതിനായി സ്തോത്രം. അവർ കാൽ ചവിട്ടിയ ദേശത്തേക്ക്, അവരെ കണ്ട ദേശത്തേക്ക് അവരെ എത്തിക്കേണ്ട ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. അവരെ തലമുറകൾ കർത്താവെ ചിലതിനെ കൈവശമാക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പറ്റി നിന്നത് കൊണ്ട് എന്ത് കിട്ടിയെന്ന് ചോദ്യങ്ങളുടെ മുമ്പാകെ നെടുവീർപ്പിടുന്ന തന്റെ ജനത്തിന്റെ മേൽ ചിലതിന് ഈ പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തെ കർത്താവെ അടി വിടുന്നു. കർത്താവേ, നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചന എന്റെ വചനം ആയിരിക്കാം, അതിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ആ വചനത്തിന്റെ ശക്തി ഇവരുടെ മേൽ വെളിപ്പെടട്ടെ. ഇവരെ എത്തിക്കേണ്ടടുത്ത് ഈ പകൽക്കാലം എത്തിക്കണം. ഇവരുടെ സന്തതി ചിലത് കൈവശമാക്കട്ടെ. കർത്താവേ, പറ്റിയിരിക്കുന്നവന്റെ തലമുറ ചിലത് കൈവശമാക്കി എന്ന് ദേശങ്ങൾ, രാജ്യങ്ങൾ, പട്ടണങ്ങൾ അറിയത്തക്ക രീതി ദൈവിക അനുഗ്രഹത്തിന്റെ ഉറവ ഈ പകൽക്കാലം മുതൽ യേശുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിന്റെ മേൽ തുറക്കട്ടെ. കർത്താവേ, നമ്മുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.